കല്യാണം കഴിഞ്ഞുള്ള കാര്യം ഞാൻ അളിയനത്തിന് വിളിച്ചു ചോദിക്കേണ്ടി വരും. അളിയൻ പനി പിടിച്ച് കിടപ്പുണ്ടെന്ന് പറയുന്നുണ്ടോ? എന്തോ താൻ പേടിച്ചടി. ഹലോ ഹലോ, അങ്ങനെയാണോ ശിവ? അങ്ങനെയാണോ എപ്പോഴെങ്കിലും എഴുത വീണ പോലും അളിയാ, ഞാൻ നമ്മളിപ്പോ നന്നായിട്ട് തള്ളിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഐസ്ക്രീം ആയി തരണേ. ഷൂട്ടൊക്കെ കുഴപ്പമില്ല പോകുന്നു. ഇനിയിപ്പം 2 ദിവസം കഴിയുമ്പോൾ ഉപ്പുമുളകും പിന്നെയും തുടങ്ങും. നന്നായി വരും. ബൈ. ചേച്ചിയാണോ ഈ ശിവാനി? നമ്മളെ ശിവാനി തന്നെയല്ലേ? അതെ. കേശു അല്ലേ ചേട്ടൻ? അതെ. ബാലു അല്ലേ ചേച്ചി? അതേ ഞാൻ തന്നെയാ. ഞാൻ ഇന്നും അന്നും എന്നും ഐ വിൽ ബി ഹിസ് ഫാൻ ഗേൾ. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഇതിനകത്തിന് എന്തെങ്കിലും കാണിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ആ ഒരു സാധനം ഇല്ല. എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, ആടി ഞാൻ നിന്റെ പരിപാടിയൊക്കെ കാണാറുണ്ട്. ഞാന് ഇത് സ്വപ്നമാണ്. ക്യാരക്ടറോ അയ്യോ എന്തൊരു തങ്കക്കടോ എന്നറിയോ സത്യം. പ്രഭു സാറിനെ മീറ്റെന്നൊക്കെ പറഞ്ഞാൽ ഐ ലവ് ഡാം. കാരണം നമുക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഊണൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വിളിച്ചു തന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ഞാൻ തരിച്ചു നിൽക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ എന്തിനാ പറയുന്നത്. ഞാനിങ്ങനെ അങ്ങനെ എന്തുണ്ട് മകള്, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പറഞ്ഞു ഞാൻ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ടെങ്കിലേ ശിവാനി അമ്പടി കള്ളി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇങ്ങനെ പൊക്കി എടുത്ത് വെച്ചു. അത്രയും വലിയൊരു നടനാണെന്നോ അങ്ങനത്തെ ഒന്നും ഒന്നില്ല. നമുക്ക് പേരെനിക്കൊന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. ആ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതാണ് അമ്പലം. മറ്റേ പൊരിച്ച കോഴിന്റെ മോള് അതിലല്ലേ. ഏറ്റവും സെറ്റിൽ ഏറ്റവും ഫുഡ് ചെയ്യാറാണ്. ഫുഡ് കഴിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റും ഏറ്റവും കൂടുതൽ അച്ഛൻ കുക്ക് ചെയ്യുകയും ചെയ്യും, അതുപോലെ കഴിക്കുകയും ചെയ്യും. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഫുഡൊക്കെ കൊണ്ടുവരാറുണ്ടോ? അച്ഛന്റെ ഒരു ബീഫ് കുരുമുളക് ഇട്ടതുണ്ട്. അതായത് അതൊരു ഒരെണ്ണം വായിൽ വെച്ചാ നമ്മുടെ ഇങ്ങനെ എരിവിങ്ങനെ ഇങ്ങനെ പൊങ്ങുക വരത്തില്ലേ, കണ്ണിന്നൊക്കെ വെള്ളം വരും, മൂക്കിന്നൊക്കെ ഇങ്ങനെ ചൂട് പോലെ ശ്വാസം വരും. പക്ഷെ ഇതിങ്ങനെ ഇട്ട് വരട്ടി 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 കേട്ടിട്ട് അച്ഛൻ കിടിലം കുക്ക. അതായത് അച്ഛൻ തലക്കറി ഒക്കെ വെച്ചുകൊണ്ടിരും. തലക്കറി പിന്നെ കിടിലം കുക്കാണ് അച്ഛൻ. ഒരു പതിനെപ്പെട്ട എല്ലാ അച്ഛൻ വെക്കും. അടിപൊളിയായിട്ട് വെക്കും. ബീഫ് നല്ല എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത്ര എരിവ് കൂട്ടി മൂപ്പർക്ക് ഒരു കയ്യിലായിട്ട് നമുക്കൊരു ഇങ്ങനെ തൊട്ട് നോക്കിയാൽ മതി, അപ്പോഴത്തേക്കും നമ്മൾ ഓഫായി പോകും. അത്ര നല്ല എരിവില് ഇങ്ങനെ വരട്ടി വരട്ടി സമയം എടുത്ത് സ്ലോ കുക്ക് ചെയ്യത്തില്ലേ, അങ്ങനെ ചെയ്ത് ചെയ്ത് വരട്ടി വരട്ടി കൊണ്ടുവരും അല്ലേ. ശിവ ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? നമ്മള് ഉപ്പുമുളക് എപ്പിസോഡ് കാണാറുണ്ട്. ഒന്നും കഴിക്കാത്ത ശിവനെ കഴിക്കാൻ നിർബന്ധിച്ചോണ്ടിരിക്കുന്നത്. അതുപോലെയാണോ അമ്മ നിർബന്ധിക്കാറാണോ ഇപ്പോഴും? എനിക്ക് അമ്മ വായ വെച്ചായിരുന്നു. എങ്കിലും ഞാൻ നമ്മീസ് ഗേൾ ആണ്. എനിക്ക് അതായത് ഒന്നും സമയമില്ല. രണ്ടാമത് അമ്മ വായ വെച്ചിരുന്ന രുചി വേറെ ഒന്നിനും കിട്ടില്ല. നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റി വെച്ചേക്കണ ഫുഡാണെങ്കിൽ പോലും അമ്മ ഉരുട്ടി വായ വെച്ചാൽ കഴിക്കും. ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ പക്ഷേ അതായത് അമ്മയുടെ അത് വേറെ ആരും വായി വെച്ചാൽ അത്ര ഫീൽ ചെയ്യത്തില്ല. അമ്മ തന്നെ ഉരുട്ടി വായി വെച്ചാൽ എനിക്ക് ഭയങ്കര കാര്യം. എനിക്കൊന്നും എല്ലാ കാര്യത്തിലും അമ്മയുടെ ഒരു സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റില്ല ശിവയുടെ ലൈഫിൽ. കാരണം വ്ളോഗ് എടുക്കാനാണെങ്കിൽ നമ്മൾ വ്ളോഗിലൂടെ ഒക്കെ കാണുന്നതാണ്. ഇപ്പം ശിവനെ സംബന്ധിച്ച് എക്സാം വരുന്നു, അല്ലെങ്കിൽ ആഡ് ഷൂട്ട്, ഫിലിം ഷൂട്ട്, പിന്നെ ഉപ്പുമുളക് കണ്ടിന്യൂസ്ലി ഷെഡ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഷൂട്ട്. അതിനിടയ്ക്ക് നമ്മളൊക്കെ ഇൻ്റർവ്യൂവിനാണെങ്കിൽ പോലും വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന ഷൂട്ടുണ്ട് ഇന്ന ഇതുണ്ടെന്നൊക്കെ അമ്മയാണ് അടുത്ത ദിവസം അങ്ങനെയൊക്കെ പറയാറുള്ളത്. അപ്പം എങ്ങനെയാണ് അമ്മ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ശിവയുടെ ലൈഫിൽ ഇപ്പോൾ സ്റ്റിൽ? ഷീസ് ലൈക്ക് എൻ്റെ സൂപ്പർ ഹീറോ എന്നും അമ്മയാണ്. അച്ഛനെ കോൺസ്റ്റന്റ് സപ്പോർട്ടാണ്. പക്ഷെ എന്നാലും കുറച്ചും കൂടെ അമ്മി ഇല്ലെങ്കിൽ ഐ വോണ്ട് ലീവ് എന്നുള്ളൊരു സിറ്റുവേഷനാണ് കൂടുതലും. കാരണം ചെറുതിലെ തൊട്ട് സെറ്റിലേക്ക് എല്ലാം അമ്മയാണ് വരുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ട് നടക്കുന്ന അമ്മയാണ്. എന്നെ അമ്മയ്ക്ക് എല്ലാ കുട്ടികൾക്കും അമ്മമാർക്ക് അവരെ അറിയുന്ന പോലെ വേറെ ആർക്കും അറിയാൻ പറ്റത്തില്ല. എന്നാലും എനിക്ക് അമ്മ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ ഫുൾ എൻ്റെ സ്കൂളിലെ ഗോസിപ്പുകൾ ഫുള്ള്, അല്ലാണ്ട് ഷൂട്ടിലെത്ത കാര്യങ്ങൾ എല്ലാം എൻ്റെ ഫുൾ ഗോസിപ്പ് ആദ്യം അമ്മ എത്തുക. ആദ്യം അമ്മ അറിയും. അതിന് ആ സെൻസിൽ എടുക്കുകയും ചെയ്യും കേട്ടോ. ഞാൻ എനിക്ക് ക്രഷൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അമ്മ എടുത്തെന്ന് പറയും, അമ്മി നിങ്ങളുടെ സർക്കാരെ ഞാൻ കണ്ടു കൊള്ളാം. എനിക്ക് വായനക്കാരൊക്കെ അമ്മയാണ് സപ്പോർട്ട്. പിന്നെ അമ്മ ഭയങ്കര ചെയ്യില്ല. അപ്പം എന്നെ ശരിക്കും മോണിറ്റർ ചെയ്ത് കൊണ്ട് നടക്കുന്നത് ശരിക്കും അമ്മയാണ്. ഞങ്ങൾ എന്ത് കണ്ടന്റ് എടുക്കണം എന്നൊക്കെ അമ്മയെ തീരുമാനിക്കുക. അല്ലെങ്കിൽ ഞാനും അമ്മയും കൂടി സംസാരിക്കും. പുള്ളിക്കാരത്തി ഫുൾ അപ്ഡേറ്റഡാ. ആള് ശരിക്കും ഒരു ജെൻസി മമ്മിയാണ്. എനിക്കൊക്കെ അപ്പൊ കണ്ടന്റ് ഒക്കെ യൂട്യൂബിലേക്കും റീലൊക്കെ അമ്മ തന്നെയാണോ? പിന്നെ എനിക്ക് അതായത് ഇൻസ്റ്റ ആദ്യം യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും ഇൻസ്റ്റയിൽ കയറി നോക്കിയിട്ട് റീൽ എനിക്ക് വാട്സപ്പിലേക്ക് അയച്ചിട്ട് തരും. ഈ റീൽ നമുക്ക് എടുക്കണം, നല്ല റീൽ എടുക്കൊള്ളാം, കുറെ പേര് ചെയ്ത് ഞാൻ കണ്ടു. അതൊക്കെ ആള് പണ്ട് അപ്ഡേറ്റഡ് ആണ്. പിന്നെ യൂട്യൂബ്
യൂട്യൂബ് നീങ്ങുന്നത് അമ്മ കാരണം മാത്രമാണ്. എനിക്ക് ഞാൻ അത്യാവശ്യം നല്ല മടിയുള്ള കൂട്ടത്തില്ല, പക്ഷെ അമ്മ 1 million അടിച്ചിട്ടേ എനിക്കുള്ളൂ ഒരു രീതിക്കാണ് ഇപ്പൊ നിൽക്കുന്നത്. അതെ, അതെല്ലാം അമ്മ വഴക്കൊക്കെ പറയാറുണ്ടോ ശിവനെ? വഴക്കും പറയാറുണ്ട്. കാണിക്കുമ്പോ എന്തിനായിരിക്കും ഏറ്റവും കൂടുതൽ അമ്മ വഴക്ക് പറയാറ്? സാധനങ്ങളൊന്നും ഞാൻ എടുത്തെടുത്ത് വെക്കില്ല. ഞാൻ എന്നിട്ട് ഞാൻ അമ്മ ഏൽപ്പിച്ചതാ, എവിടെയാ വെച്ചേ, അറിഞ്ഞിട്ട് കൂടെ ഉണ്ടാവില്ല അമ്മ എവിടെ. ഇതില് ഞങ്ങള് ഒരുപാട് വഴക്കുണ്ടാക്കാറുണ്ട്. ഞാൻ സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കില്ല. അല്ലെങ്കിൽ എനിക്കിപ്പം ഞാൻ പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ ഒരു ടീപ്പോയ് ഉണ്ട്, എല്ലാം എന്റെ മുകളിൽ ഇങ്ങനെ എടുത്തിപ്പം മാറി വന്ന ഡ്രസ്സ്, ബാഗ്, അടുത്തത് ബുക്ക്, അതിങ്ങനെ അതിനൊക്കെ നല്ലത് കേൾക്കാറുണ്ട്. മൂപ്പർക്ക് എല്ലാം ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കണം. പിന്നെ ഡ്രസ്സ് ചുളിയൊന്നും നമുക്ക് പറ്റിയില്ല. അമ്മ ഇങ്ങനെ കഞ്ഞി മുക്കി ഇങ്ങനെ തേച്ച് വടി, അമ്മ ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അത് അനങ്ങൊന്നും നമുക്ക് പറ്റില്ല. ഞാൻ തേക്കാനൊക്കെ ഇട്ടോണ്ടാകുമ്പോ ചോദിക്കൂ, എന്റെ തന്നെ കൊച്ചാണോ ഇത്? സ്കൂളിൽ നിന്ന് ഇപ്പൊ വീട്ടിലേക്കൊക്കെ നീ അവിടെ എന്താ പഠിക്കാനാണോ പോയെ? അല്ല, സ്കൂളിൽ പിന്നെ അമ്മ അങ്ങനെ തന്നെയായിരുന്നു. അമ്മ ആർട്സും സ്പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ പിന്നെ ഞാൻ കുറച്ചുകൂടെ വൃത്തിക്ക് ഞാൻ യൂണിഫോം നോക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാണ്ട് ഞാൻ തേക്കാൻ ഇട്ടോണ്ട് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുമ്പോ ഡ്രസ്സിൽ വീഴ്ത്തുക, അതൊക്കെ കേൾക്കും. അതുപോലെ തന്നെ ഇപ്പം സെലിബ്രിറ്റി ശിവ ആയതിനു ശേഷം ഇപ്പം എനിക്ക് തോന്നുന്നു വളരെ യങ് ആയപ്പോൾ തന്നെ സെലിബ്രിറ്റി സ്റ്റാർഡം കിട്ടിയ ഒരാൾ തന്നെയാണ് ശിവ. കാരണം പബ്ലിക്കിലേക്ക് ഓൾറെഡി ആൾക്കാരെല്ലാം റെക്കഗ്നൈസ് ചെയ്യുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ. അപ്പം എങ്ങനെയാണ് സ്കൂളിലൊക്കെ ചെറുപ്പം മുതൽ തന്നെ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാർഡം ഉണ്ട്. അപ്പം എങ്ങനെയാണ് സ്കൂളിലൊക്കെ ശിവനെ എല്ലാവരും, ഇപ്പം സ്കൂൾ മാറിയെന്ന് തോന്നുന്നല്ലേ? 11th സ്കൂൾ മാറി. പിന്നെ ആ ഒരു സ്റ്റാർഡം എന്നുള്ള ഒരു വാക്കിന് ആക്ച്വലി അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല. ഞാൻ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കുട്ടിയാണെന്ന് പറയാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. കാരണം എന്ന് വെച്ചാല് അതിലല്ലേ ഒരു കുറച്ചും കൂടി രസമായിരിക്കുന്നത്. സ്റ്റാർഡം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വാക്ക് പോലെ അതൊന്നും അങ്ങനെയൊന്നുമില്ല. നമ്മളെപ്പോഴും അവരിലൊരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടവും ഫീൽ ചെയ്യുന്നത്. സ്കൂളിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ടീച്ചർമാർ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം അതുകൊണ്ടാണ് പഠിക്കാൻ പറ്റുന്നത്, നടക്കത്തില്ല എക്സാം ഒക്കെ വരുന്ന സമയത്തും. പക്ഷെ ഈ ജൂനിയർ കുട്ടികളില്ലേ, അവർ ചിലപ്പോ പ്രത്യേകിച്ച് 1ാം ക്ലാസ്സിലേക്കൊക്കെ നമ്മുടെ സ്കൂളിലേക്ക് പുതുതായിട്ട് വരുന്ന കുട്ടികളൊക്കെ ഈ ഞാൻ വല്ല പി ഗ്രൗണ്ടിലൊക്കെ മുടിങ്ങനെ ഉണ്ടായിട്ട് വെച്ചിട്ടൊക്കെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അവര് മറ്റേ നല്ല പരിചിത ആരാ ഇത്, എന്നിട്ട് അങ്ങോട്ട് കുഞ്ഞിപ്പിള്ളേര് വർത്താനം പറഞ്ഞ നമുക്ക് അറിയാമല്ലോ, അങ്ങനെ നോക്കുക. അപ്പൊ എന്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ പറയും, മനസ്സിലാക്കിയിട്ടുണ്ട് വേഗം ഒരു ഹായ് പറഞ്ഞിട്ടെങ്കിൽ പോലെ എനിക്ക് പിന്നെ അനങ്ങാൻ പറ്റൂല. അപ്പൊ ചേച്ചിയാണോ ഈ ശിവാനി? അതേലോ. ഇവിടെയാണോ പഠിക്കുന്നേ? അതേലോ. നമ്മളിങ്ങനെ ശിവാനി തന്നെയല്ലേ? അതെ. കേശു അല്ലേ ചേട്ടൻ? അതെ. ബാലു അല്ലേ? അതേ ഞാൻ തന്നെയാ. അവർക്ക് ഭയങ്കര കൺഫ്യൂഷനാ. പിന്നെ അമ്മ, അതായത് ഇവരുടെ വിചാരം ഉപ്പുമുളകിലെ നീലു എന്റെ അമ്മ, ബാലു എന്റെ അച്ഛൻ. എന്റെ അമ്മയെ കണ്ട അവർ സമ്മതിക്കുകയില്ല. അമ്മ എവിടെ? അപ്പൊ ഞാൻ പറയും ഇതാണമ്മ. അല്ല അമ്മ എവിടെ? ഇതാണമ്മ. അല്ല മറ്റേ അമ്മ, ഉപ്പുമുളകിലെ അമ്മ എവിടെ? ആ അമ്മയല്ലേ അമ്മ? ആ അമ്മ അല്ല അമ്മ, ഇതാണ് അമ്മ. കുട്ടികൾക്ക് അത് അവർക്ക് ശരിക്കും വിശ്വസിക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ അമ്മ ഒരു ഇത് തന്നെ എനിക്ക് തോന്നുന്നു. ആ ഫാമിലിയിലുള്ള എല്ലാവർക്കും അതിപ്പം ബാലുചേട്ടനാണെങ്കിലും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതോ മുടിയനെ എന്താ കൊണ്ടുവരാത്തെ, മുടിയൻ ചേട്ടൻ എവിടെ പോയിക്കുന്നു ബാലുചേട്ടനെ പോലും അറിയില്ല. സ്കൂളൊക്കെ പിള്ളേർ കേസ് ചേട്ടൻ അപ്പൊ ഇവിടെ തന്നെയാണോ പഠിക്കുന്നത്? കേസ് ചേട്ടൻ ഇവിടെയല്ല, പത്തനംതിട്ടയിലാ പഠിക്കുന്നത്. ആണോ? എന്താ നിങ്ങൾ ഒരു സ്കൂളിലല്ലാത്ത എന്തോ അങ്ങനെ അങ്ങനത്തെ ഭയങ്കര എപ്പോഴും അവർക്ക് അവരുടെ വിശേഷങ്ങൾ, അവര് നമ്മുടെ അടുത്ത് കുറെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. ഇന്നലത്തെ എപ്പിസോഡിൽ ഇങ്ങനെ പറ്റി, അപ്പൊ നാളെന്താ പറ്റുക? അപ്പൊ ചേച്ചി ഇന്ന് അവിടെ ചേച്ചി ഇല്ലല്ലോ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ചേച്ചി വരില്ലേ? അങ്ങനെയൊക്കെ അപ്പൊ എനിക്ക് സ്കൂളിൽ പോവണ്ടേ, സ്കൂളിൽ പോകുമ്പോഴേ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുള്ളൂ. അവര് നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആണോ അങ്ങനെയാണോ അങ്ങനെയൊക്കെ. മുടിയൻ ചേട്ടനെ വിളിച്ചിട്ട് എന്തായാലും കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ഉപ്പുമുളകിൽ തന്നെ ശിവയുടെ ബ്രദർ ആയിട്ടുള്ള കേശു എത്തി. എവിടാടി ഇതൊക്കെ? ഒന്നുമില്ലാണ്, ഞാനേ നമ്മുടെ സൈനയിൽ ഒരു ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുക. കേശു ഇല്ല സ്ക്രീൻ ഓഫ് ഒക്കെ ചെക്ക. നീ മുടി ചീവിട്ടോ? ഒരുങ്ങണ്ട കണ്ടില്ല, നീ മ്യൂട്ട് ആക്കി വെച്ചേക്കുക. കേക്കുന്നില്ല എനിക്ക്. കേശു പ്രതീക്ഷിച്ചില്ല. ഹലോ കേശു, എവിടാ നീ? ഷൂട്ടിലാണോ? ശിവ ഇവിടെ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ബോണ്ടിനെ പറ്റിയൊക്കെ പറയുമായിരുന്നു.
അതെ, നീ അതെ, ഭയങ്കര ഞാൻ നല്ല നീ തള്ളിയിട്ടുണ്ട് എവിടെ കേട്ടോ. എവിടെ ശിവേനെ എയറിൽ കയറ്റാൻ ഒരു ചാൻസ് കിട്ടും അവിടെ എല്ലാം ട്രോളൂന്നൊക്കെ ആണോ? ആ ഫോൺ ആ കാണിക്കുന്നേ ഞാനാ. ആൾക്കാർ ഇതേപോലെ പട്ടിണി പോകുന്നു വിചാരിച്ചു. ആ അവള് പറഞ്ഞടാ അങ്ങനെയാന്ന്. അങ്ങനെയാണോ ശിവ? അങ്ങനെയാണോ? എപ്പോഴെങ്കിലും ഒരു തവണ പോലും അളിയാ ഞാൻ നമ്മളെ പറ്റി നന്നായിട്ട് തള്ളിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങി തരണേ. അതെ ഇവിടെ കൈക്കൂലി കൈക്കൂലിയൊക്കെ വാങ്ങിട്ടാ വന്നിരുന്നു. ഒന്നും പറയുന്നില്ല പോട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മുടിയൻ ചേട്ടന്റെ കല്യാണം ഒക്കെ? കല്യാണം കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞുള്ള കാര്യം അളിയനത്തിന് വിളിച്ചു ചോദിക്കേണ്ടി വരും. അളിയൻ പനി പിടിച്ച് കിടപ്പുണ്ടെന്ന് പറയുന്നുണ്ടോ ഇടയ്ക്ക്? പനിയാണോ? ഞങ്ങള് മുടിയൻ ചേട്ടനെ പനിയാണോ? വിളിക്കാൻ നോക്കി. ആ ഓ എന്തോ താണ്ടാണ്ട് പേടിച്ചടി. ഓ ഓ കേശു അതെ അതെ, നമുക്ക് ഈ കോള ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ എടാ നീ. പിന്നെ എങ്ങനെയുണ്ട് ഷൂട്ടൊക്കെ? എങ്ങനെയുണ്ട്? ഷൂട്ടൊക്കെ കുഴപ്പമില്ല പോകുന്നു. ഇനിയിപ്പം 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും. ആ നിന്നെ മിസ് ചെയ്തു. നിന്നെ ഇന്നത്തെ ഇന്റർവ്യൂല് വേണ്ടതായിരുന്നു. എന്തിന് എന്തിനൊക്കെ കുഴപ്പമില്ല, അതിനാളോളം ഒരു രൂപ കൊടുത്തോളാം. കൊടുത്തേരെ. എനിവേ ടാറ്റാടാങ്കി ബൈ. ഓക്കേടാ, കാണാം. ഞാൻ തീർത്തിട്ട് വിളിക്കാം. ബൈ. നന്നായി വരും. ബൈ. ശരി. കൊല്ലം ചെറുക്കനല്ലേ. എന്തായാലും കേശു ഭയങ്കര വൈബായിരുന്നു. അതെ അതെ, അയ്യോ അത് അവൻ ഇന്ന് ഉറക്കത്തിൽ ഒന്ന് കിടക്കാറുണ്ട്. എന്താണ് വിളിച്ചു? ഞാൻ സാധാരണ വിളിക്കാറൊന്നുമില്ല. ഞങ്ങള് സെറ്റിൽ പോയാലേ ഞങ്ങൾ അതുപോലെ സംസാരമുള്ളൂ. ഞാൻ ഓൺലൈനിൽ ആരോട് പക്ഷെ ഏത് ഉറക്കത്തിലാണെങ്കിലും കേശു ചേട്ടൻ ശിവയുടെ കോള് വന്നാ എടുത്തിരിക്കും. അവൻ ആരുടെ കോള് വന്നാലും. അതെ അതെ, എനിക്കായിട്ട് ഒരു സ്പെഷ്യാലിറ്റിയും ഇല്ല. അവൻ വിളിച്ചാ കിട്ടുന്ന ഒരുത്തരുണ്ടെങ്കിൽ അവൻ മാത്രം. ഏത് പാതിരാത്രി വിളിച്ചാലും അവൻ അവൻ എടുക്കും. ഓ 3 റിംഗ് 4 റിംഗ് മാക്സിമം അവനെടുക്കും. അവൻ അതപ്പോ അത് നമുക്ക് മനസ്സിലാവും. ഫോൺ എടുത്തില്ലെങ്കിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. മുടിയൻ ചേട്ടന് പനിയാണെന്ന് അവൻ അറിഞ്ഞു. അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ചിലപ്പോ ചുമ്മാ തള്ളിയതായിരിക്കും. അവനതൊന്നും പറയാൻ പറ്റൂല. എന്തോ കാണാത്തത് കണ്ടു. മുടിയൻ ചേട്ടന് പനിയായി. ഇത് കഴിഞ്ഞ് ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞ് എന്നെ ഒന്നും പറയരുത്. തന്തവായ കൂടുന്നതൊക്കെ ഇതിൽ ഞാൻ ഉത്തരവാദിയല്ല. ഇതിൽ എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. നിന്റെ വായിന്ന് വീണു, നീയായിട്ട് പറഞ്ഞു. എനിക്ക് ഒരു ഉത്തരവാദിത്വം നമ്മള് വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നൊക്കെ. അങ്ങനെ ഞാനല്ലേ ശിവനെ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. ഫോട്ടോ കാണുമ്പോൾ ശിവയ്ക്ക് എന്താ ഓർമ്മ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതിയേ. ഓ ശരി. ഇതാണ് ഫസ്റ്റ് ഫോട്ടോ. അയ്യോ ഇന്നസെന്റ് ഞങ്ങള് ഇത് ആക്ച്വലി ഞാൻ നമ്മുടെ ഇരിഞ്ഞാലക്കുട പള്ളിയില് അമ്പ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുക. അമ്പ് പെരുന്നാൾ നടക്കുക. അപ്പോ സാറായിരുന്നു അവിടുത്തെ ചീഫ് ഗസ്റ്റ്. അങ്ങനെ എന്തോ പരിപാടിയായിട്ട് എന്തായിരുന്നു അദ്ദേഹത്തിന് അന്നത്തെ അത് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഞാനങ്ങനെ പരിപാടി നടക്കുന്നു. അപ്പൊ ഞാനവിടെ ഫ്രണ്ടിൽ കാണാൻ നിൽക്കുക. ഞാൻ പരിപാടിക്ക് പോയതൊന്നുമല്ല. ഞാൻ കാണാൻ വേണ്ടി വെറുതെ നടക്കാന്ന് വെച്ചാൽ നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ ഒരു ഉത്സവം നടക്കണ പോലെ നമ്മൾ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ട് ഒക്കെ ഓടി നടക്കാം. എല്ലാത്തിന്റെ ഫ്രണ്ടിലുള്ളത്. അതെ അതെ, ജയ്ഹോ ജയ്ഹോ ഫസ്റ്റ് തന്നെ ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ അങ്ങളെ എന്തുണ്ട്? അങ്ങള് നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പറഞ്ഞു ഞാൻ ഉപ്പുമോളെ അഭിനയിക്കുന്നുണ്ട് അങ്ങളെ ശിവാനി. അമ്പടി കള്ളി എന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ പൊക്കി എടുത്ത് വെച്ചു. ആ പൊക്കി എടുത്തിങ്ങനെ പിക്കാണ് ഒരു ചിരി ശിവയുടെ. എനിക്ക് നമുക്ക് അത്രയും വലിയൊരു പേഴ്സൺ ആണെന്നൊന്നും അപ്പൊ നമ്മള് കുറെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഞാൻ പറയില്ലേ സ്കൂളിലെ കുട്ടികൾ എന്നെ എങ്ങനെ കാണുന്നോ എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. അത്രയും വലിയൊരു നടനാണെന്നോ അങ്ങനത്തെ ഒരു ബോധമൊന്നും ഒന്നില്ല. പക്ഷെ ചിരിയിലെല്ലാം ഉണ്ട്. ശിവയുടെ ആണെങ്കിലും ഇന്നസെന്റ് അങ്കിളിന്റെ ആണെങ്കിലും ഇങ്ങനെ വന്നിടി പറഞ്ഞെടുത്ത് പൊക്കി വെച്ചത് ആളുടെ ശൈലിയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ. അടുത്ത ഫോട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തിട്ട് അതിനുശേഷം പിന്നെ ഏതോ ഒരു ഫോട്ടോ ഉണ്ട് നമ്മൾ ഒരുമിച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം മരണത്തിന്റെ ന്യൂസ് കേട്ടപ്പോഴേ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം കൂടെ വർക്ക് ചെയ്യണതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു ഹീസ് ലെജൻഡ്. നമ്മളെപ്പോഴും ഓർക്കുന്നൊരു പേഴ്സൺ ആയതുകൊണ്ട് മരണം ശരിക്കും എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചൊരു. എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യം കാണാനും ഇതുപോലൊരു എക്സ്പീരിയൻസ് കിട്ടിയത്. അടുത്ത ഫോട്ടോ ഇതാണ്. ജലമംഗൾ അപ്പം എപ്പോഴായിരുന്നു അത്? നമ്മൾ ഏതോ ഒരു അവാർഡ്, ഫിലിം ക്രിട്ടിക്സ് അവാർഡാണോ ഓർക്കണില്ല, ഫ്ലവേഴ്സ് ഹോസ്റ്റ് ചെയ്തൊരു അവാർഡിന് എന്തോ പോയപ്പോഴാണ് ജലമംഗളെ കാണുന്നത്. പിന്നെ അന്ന് വെച്ചാൽ നമ്മളും തിരിച്ചറിഞ്ഞത്, അതായത് ഉപ്പുമുളകുമ്പോൾ ഒരു പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ആ ടൈമിംഗ് ആയിരുന്നു. നമുക്കാണെങ്കിൽ ആരുടെ പിടിച്ചൊരു വർത്താനം പറയാൻ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് അങ്ങനെ കണ്ടതല്ലേ. ഇതൊക്കെ മേജർ ഫാൻ ഗേൾ മൂമെന്റ്സ് ആയിരുന്നു. ഇപ്പൊ ചിന്തിക്കുമ്പോ ആ ബോധമില്ലല്ലോ.
അടുത്ത ഫോട്ടോ ഞാൻ വെയിറ്റ് ചെയ്യുന്നൊരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ വരട്ടെ. ശരി, ഇത് ഞങ്ങൾ എയർപോർട്ടിൽ പോയി പെടുത്തതാ. ഞാൻ ദുബായിലേക്ക് പോകുന്ന ടൈമായിരുന്നു. എനിക്കാണെങ്കിൽ അന്ന് ഭയങ്കര വയ്യാണ്ടിരിക്കുന്നു, കോൾഡ് പ്രശ്നങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ ലൈക്ക് എനിക്ക് പോവണ്ട, അമ്മയും ഇല്ല, അപ്പം അച്ഛനും ഞാനും കൂടെ പോണേ. അപ്പം എനിക്ക് പോവണ്ട എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ഇൻ ചെയ്തിട്ട് അകത്ത് കയറി ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോഴാണ് ജഗദങ്ങളിനെ കാണുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞത് ആരാന്നറിയോ? പറഞ്ഞു ഞാൻ സിനിമയിലൊക്കെ നമുക്ക് പേരെനിക്കൊന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതാണ് അമ്പിളി എന്ന് പറഞ്ഞു. മറ്റേ പൊരിച്ച കോഴിന്റെ മോള് അതിൽ തങ്ങളല്ലേ, അതിൽ തങ്ങൾ നമുക്കൊരു ഫോട്ടോ എടുത്താലോ ചോദിച്ചു. ഓക്കെ, ഞാൻ പോയി പറഞ്ഞു, കണ്ടു, സംസാരിച്ചു. കുറച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന് വയ്യാണ്ടിരിക്കുന്ന ടൈമായിരുന്നു അത്. കുറച്ച് സംസാരിച്ചു. മോനായിരുന്നു, മോനും മോളും അങ്ങനെ ആരും ഒപ്പം ഉണ്ടായിരുന്നു. ഇതൊരു എത്ര വർഷം? ഒരു 5 വർഷം, 2019 ആ ടൈം അല്ലേ? വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ആണോ നോക്കട്ടെ. ആ ഫോട്ടോയെ പറ്റി പറഞ്ഞ ഐ ഫീൽ ദി ലക്കിയസ്റ്റ് വെൻ ഐ സ്പീക്ക്. യെസ്, ഫസ്റ്റ് വൺ. ഇത് എങ്ങനെയാ പുത്തൻ പടത്തിന്റെ ഷൂട്ട് നടക്കുന്നത്. നമ്മൾ ഉപ്പുമുളകിന്റെ നേരെ ഇപ്പുറത്തെ സൈഡിൽ വീട്ടില്. എനിക്ക് ഞാൻ ഇന്നും അന്നും എന്നും ഐ വിൽ ബി ഹിസ് ഫാൻ ഗേൾ. ഞാൻ ഇത്രയും റെസ്പെക്ട് ചെയ്യുന്ന, എനിക്ക് ഇത്രയും നമ്മള് ഉറ്റ നോക്കാന്ന് പറയുന്നില്ലേ, എനിക്ക് അങ്ങനത്തെ ഒരു ആക്ടർ വേറെ ഇല്ല. ഓക്കെ, മോഹൻലാൽ സർ ഓക്കെ ഓഫ് കോഴ്സ് ഭയങ്കര ഹീസ് എ ലെജൻഡ്. പക്ഷെ എന്നും എന്റെ മനസ്സിൽ മമ്മൂക്കയാണെന്ന് രണ്ടാളും എനിക്ക് ഈക്വൽ. എന്നാലും മമ്മൂക്കയുടെ വർക്ക്സ് ഐ എം എ ഫാൻ ഓഫ് ഹിസ് വർക്ക്സ്. എനിക്ക് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഇതിനകത്തിന് എന്ത് ഇദ്ദേഹം കാണിച്ചു വെച്ചിരിക്കുന്നത്, നമുക്ക് ആ ഒരു സാധനം ഇല്ലേ, പ്രഡിക്റ്റബിൾ അല്ലല്ലോ മൂപ്പർ ഒരിക്കലും. ഓരോ സിനിമയിൽ കയറുമ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാ പോയി. ഇതിനകത്തിന് ഈ ഫോട്ടോ എടുത്ത സമയത്ത് എന്താ നിങ്ങൾ സംസാരിച്ചതോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആ സമയത്ത് ഉപ്പുമുളക് അത്യാവശ്യം ഒന്ന് പോപ്പുലർ ആയി നിൽക്കുകയാണ്. അപ്പം എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, ആടി ഞാൻ നിന്റെ പരിപാടിയൊക്കെ കാണാറുണ്ട്, ഞാന് അങ്ങനെ എല്ലാം അപ്ഡേറ്റഡ് എല്ലാ കാര്യങ്ങളിലും. അതായത് എങ്ങനെ സാധിക്കുന്നു ഒരു പിടുത്തമില്ല. എനിക്ക് ഇത്രയും 17 വയസ്സില് എന്റെ സ്കൂളും എന്റെ സോഷ്യൽ മീഡിയയും ഷൂട്ടും കഷ്ടിച്ച് ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അന്നേരം നമ്മള് പറയും അയ്യോ എല്ലാം കൂടെ പറ്റില്ല. ആ സമയത്തൊക്കെ ഇദ്ദേഹം എന്താ വർക്കും ലുക്കും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആള്. ക്യാരക്ടറോ അയ്യോ എന്തൊരു തങ്കക്കടോ എന്നറിയോ സത്യം. കാരണം മമ്മൂട്ടി മോഹൻലാൽ സാറിനെ ഇതുവരെ നേരിട്ട് മീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ മമ്മൂക്ക ഇസ് ലൈക്ക് ഞങ്ങൾ 4-5 പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നതാണ് ഇവിടെ. അപ്പൊ അമ്മയും ഞങ്ങൾ ഫുൾ ഫാമിലിയുടെ ഒരു ഫോട്ടോ കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം. നിന്റെ പരിപാടിയൊക്കെ ഞാൻ കാണാറുണ്ട്, നല്ലതാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയും. പിന്നത്തെ പ്രാവശ്യം നെക്സ്റ്റ് ടൈം നമ്മൾ അവിടെ ഷൂട്ടിന് പോയിട്ട് ഞങ്ങളുടെ ഷൂട്ട് അവിടെ നടക്കുന്നുണ്ടെന്ന് സാറിന് അറിയാമെങ്കിൽ നമ്മൾ ചെന്ന കണ്ടിലേക്ക് ചോദിക്കും, എന്താ പറ്റി അവിടെ നിന്ന് ആരും ഇവിടെ വന്നില്ലല്ലോ എന്ന് ചോദിക്കും. ഒരു വീട്ടിൽ തന്നെ അതോ? അല്ല, അതായത് അവിടെ 3 വീടുകളാണ്. പാറമട ആ ഒരു ഏരിയയിൽ 3 വീട്, ഉപ്പുമുളകിന്റെ വീട് ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ഒരു മിക്ക കോടതി സീനുകൾ അവിടെ ഷൂട്ട് ചെയ്യാറ്. അങ്ങനത്തെ ഒരു വീടുണ്ട്. അപ്പൊ ഇത് സ്ഥിരം 3 ഫേമസ് മൂവി ലൊക്കേഷൻസ്. അപ്പൊ ഇവിടെ ഈ രണ്ടിടത്ത് വന്നിട്ടും നമ്മൾക്ക് ഷൂട്ട് ഉണ്ട്, അങ്ങോട്ട് ആരെയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കും, എന്താ പറ്റി ഇന്ന് വന്നില്ലല്ലോ, ആരെയും കാണാനില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഒപ്പം അങ്ങനെ സെറ്റ് അവിടെ വെച്ച് കണ്ടിട്ടുള്ള മാത്രം ഒരു 4 പിക്കുണ്ട്. ഞാൻ വിറച്ച് അടുത്ത് നിൽക്കുന്നത് വിശ്വസിച്ചോട്ടെ. മമ്മൂക്കയുടെ എന്താ ആദ്യം എന്തെങ്കിലും ചോദിച്ചോ അതെന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉപ്പുമുളകിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്, ശിവാനി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യണേ. നമ്മളിങ്ങനെ പേടിച്ച് വർത്താനം പറയുന്നത് എങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ പിന്നെന്താ ഞാൻ കാണാറുണ്ടല്ലോ, നീ പറയുന്നത് എനിക്ക് നിന്റെ പരിപാടിയൊക്കെ അറിയാം. സന്തോഷം. ഇനി ഒരു ഫോട്ടോയും കൂടി ഉണ്ട് മമ്മൂക്കയുടെ ഒപ്പം തന്നെ ഒരെണ്ണം കൂടെ ഉണ്ടാവും. ഇത് ടോവിച്ചേട്ടൻ. അപ്പൊ ടോവിച്ചേട്ടൻ ഏത് സിനിമ ചെയ്യുമ്പോഴാ കുപ്രസിദ്ധ പയ്യനാണോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർക്കുന്നുണ്ട്. കുപ്രസിദ്ധ പയ്യനായിരിക്കും ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം നമ്മുടെ സെറ്റിലേക്ക് വന്നു. നമ്മള് ഷൂട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ സെറ്റിലേക്ക് വന്ന് എല്ലാരെയും കണ്ട് പറഞ്ഞു എടുത്തോ ഇരുപ്പെന്നാന്ന് പറഞ്ഞു. ഞങ്ങൾ നാട്ടുകാരാ, ഇരിഞ്ഞാലക്കുടക്കാര്. അപ്പൊ പിന്നെ ടോവിച്ചേട്ടനെ പിന്നീട് കാണാൻ പറ്റുമോ അതോ പിന്നെ അവാർഡ്സ് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ? ഇതൊരു സ്പെഷ്യൽ മൊമെന്റ്. പിന്നെ ഫസ്റ്റ് ടൈം നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. അയ്യോ ഇത്ര ഉള്ള കഴിഞ്ഞു, ശരിക്കും ഒരു പിക്കും ഉണ്ടാവേണ്ടതാണ്. മമ്മൂക്ക് ആക്ച്വലി അതൊക്കെ എന്റെ ഫോണിൽ ഉണ്ടാവുമല്ലോ. അത് കിട്ടിയോ? ആ സെൽഫിയും എന്റെ ഫോണിൽ കിടപ്പുണ്ട്, അദ്ദേഹം എടുത്ത ഫോട്ടോ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ശിവ നമ്മളെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ എങ്ങനെയായിരുന്നു? ഇത് ആക്ച്വലി ഏത് മൂവിയുടെ ഞാൻ ഓർക്കുന്നില്ല, പൂജയോ അങ്ങനെ എന്തോ നടന്നുകൊണ്ടിരിക്കുക. അപ്പം
അപ്പുറത്ത് നമുക്ക് ഷൂട്ട് നടക്കും നല്ല അന്ന് നമുക്ക് 2 എപ്പിസോഡ് തീർക്കണമായിരുന്നു. ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് ഷെഡ്യൂൾ പാക്കപ്പോ അങ്ങനെ എന്തോ ആണെന്ന്. അപ്പം ഞങ്ങൾക്ക് ആർക്കും അപ്പുറത്തേക്ക് പോകാനോ അദ്ദേഹത്തിനെ കാണാനോ ടൈം കിട്ടിയിട്ടില്ല. നമുക്ക് അറിയാം അദ്ദേഹത്തിന്റെ ഷൂട്ട് നടക്കുന്നത് നമുക്ക് എന്തായാലും അറിയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഒരു സീൻ എപ്പോഴും ഒരു ചെറിയ ബ്രേക്ക് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ചെന്ന് ചുറ്റും ആൾക്കാർ കുറെ കൂടി നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചെന്നിട്ട് നീങ്ങി 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 ഇങ്ങനെ നോക്കി എവിടെ ഉണ്ടോ കാണാൻ ആളവിടെ ഉണ്ടോ. അതെ അതെ. അപ്പൊ അദ്ദേഹം പോവാനായിട്ട് ഇറങ്ങുക. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്നെ കണ്ടു, ഇങ്ങനെ വിളിച്ചു എന്നെ. ഞാൻ മറ്റേ എനിക്ക് ഇപ്പൊ കണ്ടാലും ഞാൻ ആൾക്കണ ഞാനൊന്ന് വിറയ്ക്കും. ഞാൻ മറ്റേ ഓ ഗോഡ് മമ്മൂക്ക എനിക്ക് ഇപ്പോഴും ഉണ്ടാ സാധനം. എനിക്ക് അയ്യോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇതിനെ വിളിച്ചു. അപ്പം ജോർജ് ചേട്ടനായിരുന്നു, എനിക്ക് തോന്നുന്നു ആരായിരുന്നു, ജോർജ് ചേട്ടനായിരിക്കണം. എന്നെ അകത്തോട്ട് കടത്തി വിട്ടു. എന്നിട്ട് പറഞ്ഞു നീ അങ്ങോട്ട് പറഞ്ഞല്ലോടി. ഞാൻ പറഞ്ഞു പഠിത്തത്തൊക്കെ എങ്ങനെ ഉണ്ട്, നന്നായിട്ട് പോകണുണ്ടോ, പഠിക്കാനൊക്കെ ഉണ്ടോ? പറഞ്ഞ ഉണ്ടുണ്ട്. പഠിത്തം കളയരുത്, പഠിത്തം കളഞ്ഞില്ലെങ്കിൽ ഇത് ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ മറ്റേ ശരി പഠിച്ചോളാം. പിന്നെ അവിടെ നിന്ന് ആരും ഒന്നും ഇങ്ങോട്ട് കണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞു ജോർജിന്റെ അടുത്ത്. ഇവിടെ ആരും ഇല്ലേ, വന്നില്ലേ പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഷൂട്ട് 2 എപ്പിസോഡ് ഉണ്ടായിരുന്നേ, പിന്നെ ഇക്കൊക്കെ ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് വരാനിതാ. അതിനിപ്പോ എന്താ വരണ്ടേ, വന്ന് കാണണമല്ലോ, എന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഒക്കെ. പറഞ്ഞു പിന്നെ എന്താ വന്നേ? ഞാൻ പറഞ്ഞു അല്ലൊരു ഫോട്ടോ. എന്താ ഫോട്ടോ എടുക്കണോ? ഞാൻ പറഞ്ഞു എന്നാ ഫോൺ ഇങ്ങോട്ട് എടുക്കാം. എന്റെ പണ്ടത്തെ ഒരു ഓണറിന്റെ ഫോണാണ് അത്, എന്റെ അമ്മയുടെ പണ്ടത്തെ ഫോണാണ്. അപ്പം അമ്മയുടെ രണ്ടാമത്തെ 3ാമത്തെ ഫോൺ എന്തോ അത്. എന്നിട്ട് മൂപ്പര് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തേക്കുന്നത്. ഫോട്ടോ എന്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ഇതിങ്ങനെ വെച്ചിട്ടാ ഫോട്ടോ എടുത്തേക്കുന്നത്. ഞാൻ ആ ഫോൺ വിൽക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഞാൻ ആ ഫോൺ എടുത്ത് മാറ്റി ഞാൻ പൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കാരണം എന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അത്രയും പേര് നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് വേണ്ടി ഒരു സെൽഫി എടുത്ത് തന്നേക്കണു. അല്ല മമ്മൂക്ക അങ്ങനെ, മമ്മൂക്കയെ പറ്റി എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരുടെ അടുത്താണ്, എല്ലാവരെയും നോട്ട് ചെയ്യും. അതിപ്പം ഇവൻ ആരാണെന്നല്ല, ഇവൻ ഏത് ചെറിയ ആളെന്നോ വലിയ ആളെന്നോ ഇല്ല, അതെല്ലാവരെയും നോട്ട് ചെയ്ത് മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ മമ്മൂക്ക അതിൽ ബ്രില്യൻ്റ് ആണ്. ആ ഓർത്തിരിക്കുക എന്നുള്ളത്. നമ്മളാണെങ്കിൽ പോലും നമ്മളിപ്പോൾ എന്നും കാണുന്നവരാണെങ്കിൽ ചിലരെയൊക്കെ വിട്ടുപോകും, നമ്മൾ ഓർക്കണില്ലല്ലോ എന്ന് പറയും. പക്ഷെ മമ്മൂക്ക കറക്റ്റായിട്ട് ഇത്രയും ആൾക്കാരെ എന്നും കാണുവാണെങ്കിലും നമ്മള് ജസ്റ്റ് അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് പോപ്പുലറൈസ്ഡ് ആവുന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സീരിയൽ ആയിരിക്കുന്ന ടൈമിലാണ് എനിക്ക് നോട്ടീസ്ഡ്. അപ്പം ഓരോരുത്തരെയും അവരുടെ ഐ മീൻ നമുക്ക് മേ ബി എനിക്ക് ആക്ടിങ് അഡ്വൈസ് ഒന്നും തന്നിട്ടില്ല. തന്നിരുന്നെങ്കിൽ ഞാൻ ആ പരിപാടി നിർത്തേനപ്പോ അവിടെ നമുക്ക് ഇദ്ദേഹത്തിനൊപ്പം കൂടാ. ഞാൻ അങ്ങനെയാണോ, കാരണം the way he notices each ആ ക്രൗഡിലുള്ള എല്ലാവരും ആള് കണ്ടിട്ടുണ്ട്. ആൾക്ക് വിളിക്കണം തോന്നിയവരെ മാത്രം ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മേ ബി എന്റെ എന്തോ ഒരു ഭാഗ്യമായിരിക്കാം വിളിച്ചത്. എല്ലാവരെയും നോട്ടീസ് ചെയ്തു പോകും, ഒരാളെ പോലും നോട്ടീസ് ചെയ്യാണ്ട് വിടത്തില്ല അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫിലിമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ശിവ ഓൾറെഡി ഇപ്പൊ റാണി എന്ന് പറഞ്ഞ ഫിലിമാണ്, അതിലൊരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ശിവ കാണിച്ചത്. ബാലുവച്ചനായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നത്. എക്സാക്ട്ലി നമ്മൾ ആ സിനിമ കണ്ട സമയത്താണെങ്കിലും ഭയങ്കര രസം ഉണ്ടായിരുന്നു ആ ഒരു മൂവി. അതുപോലെ തന്നെ ഇപ്പം ശിവ പേട്ടറാപ്പില് പ്രഭുദേവ സാറിന്റെ ഒരു മൂവി ഇപ്പം റിലീസിലേക്ക് വരുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആക്ച്വലി ആ ഒരു ഇത് നമുക്ക് എനിക്ക് ഡ്രീം കം ട്രൂ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ദൈവം നമ്മളെ സഹായിച്ച കുറെ ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രഭു സാറിനെ മീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഐ ലവ് ഡാൻസ്. എനിക്ക് അതാ ഞാൻ ചോദിച്ചത്, ഡാൻസ് സ്റ്റെപ്പ് എന്തെങ്കിലും രണ്ടുപേരുടെ ചെയ്തോ? സാറിനൊപ്പം അഭിനയിക്കാൻ പറ്റിയില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഐ മീൻ സാറ് ചെയ്യുന്ന ഒരു മൂവിയുടെ ഒരു എനിക്ക് വെറുതെ സ്ക്രീനിൽ ഞാൻ ഇങ്ങനെ പോയാലും മതി, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് ആക്ച്വലി സാറിന്റെ ചൈൽഡ്ഹുഡിലത്തെ ഒരു കുഞ്ഞു ചെറിയ പോർഷനേ ഉള്ളൂ, അതാണ് ചെയ്യുന്നത്. ബട്ട് ഐ ആം ഡാൻസിങ്. സാറിനെ കണ്ടോ? ഞാൻ നേരിട്ട് കണ്ടില്ല. അന്ന് ആക്ച്വലി ഓണത്തിന്റെ സമയത്ത് കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ഓണത്തിന് ഈ സമയത്തായിരുന്നു ഷൂട്ട് നടക്കുന്നത്. ഓഗസ്റ്റ് 29th ആയിരുന്നില്ലേ കഴിഞ്ഞ ഒരു ഓണം. ആ ദിവസം ആക്ച്വലി നമുക്ക് പ്രൊഡ്യൂസറിന്റെ വീട്ടിൽ നമ്മളെല്ലാവരും സദ്യ കഴിച്ചിട്ടിരിക്കുക. അപ്പം നമ്മളെല്ലാവരും പറഞ്ഞു സാറിനെ ഒന്ന് വിളിച്ച് കണ്ടിരുന്നെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു സിരിച്ചേട്ടൻ അടുത്ത് പറഞ്ഞു. ഉപ്പുമുളകിന്റെ ഡയറക്ടറാണ് ആക്ച്വലി ഈ മൂവി ഡയറക്ട് ചെയ്യുന്നത്, സിരിച്ചേട്ടൻ. അപ്പം പറഞ്ഞു നമുക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഊണ് കഴിഞ്ഞിട്ട് എനിക്ക് വിളിച്ചു തന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, ഞാൻ ഞാൻ തരിച്ചു നിൽക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ ഒന്നിനെ പറയുന്നത്. അയ്യോ എനിക്ക് ചോദിച്ചാൽ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ചോദിച്ചു എന്തുണ്ട് വിശേഷം, സുഖം, ഹാപ്പി ഓണം ഒക്കെ പറഞ്ഞു. അദ്ദേഹം എന്തോ ഷൂട്ടിലോ അങ്ങനെ എന്തോ നിൽക്കുമായിരുന്നു. സംസാരിച്ചു കുറച്ചു നേരം. പറഞ്ഞു എല്ലാവരും നന്നായിട്ട് ചെയ്യണമെന്നൊക്കെ അറിഞ്ഞു, ഭയങ്കര ഹാപ്പിയാണ്, നമുക്ക് ഈ പടത്തിലെ പ്രൊമോഷൻ ഒക്കെ കാണാം എല്ലാവരെയും എന്നൊക്കെ പറഞ്ഞ്
അങ്ങനെ സംസാരിക്കാൻ പറ്റി. സന്തോഷായി അതുപോലെ തന്നെ സണ്ണി ലിയോൺ ഓൾറെഡി ആ മൂവിയിലുണ്ട്. അതെ, അത് ഞാൻ സണ്ണി പിന്നെ ലിയോണിനെ അറിഞ്ഞെ. കണ്ടോ ശിവ? ഇല്ല രണ്ടാം പ്രൊമോഷൻസ് നടക്കുന്നുണ്ട്. ആ. മേ ബി റിലീസ് ഇവന്റ് എപ്പോഴാന്ന് അറിയണില്ല. അപ്പം എന്തായാലും അപ്പം അതിന് കാണാൻ meet വേണ്ടി ചെയ്യുമായിരിക്കാം. എക്സൈറ്റഡ് ആണ്. പിന്നെ പ്രൊഫസറിനെ നേരിട്ട് കാണാൻ പറ്റുന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. ഡാൻസർ എന്ന നിലയ്ക്ക് കുറച്ച് കൂടുതൽ ആള് എനിക്ക് ആക്ച്വലി കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഡാൻസ് എനിക്ക് മൂവിയിൽ ചെറിയൊരു പോർഷൻ ഉണ്ട്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം എങ്ങാനും അദ്ദേഹം ഡാൻസ് എടുത്ത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിച്ചാണല്ലോ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം ഈ നോട്ട് അതും പ്രൊഫസർ അങ്ങനെ എല്ലാം നോട്ട് ചെയ്ത് പോകുന്ന കൂട്ടത്തില്ല. ആരെയും അങ്ങനെ കാണാണ്ട് വിടത്തില്ല. എല്ലാവരുടെ കാര്യം അറിഞ്ഞിരിക്കും സാർ. അപ്പൊ എങ്ങാനും ഈ ഡാൻസ് കണ്ടിട്ട് ആ കൊച്ചു പോരാത്തി മച്ചിക്കെന്ന് പറഞ്ഞു കൊറേ ഉണ്ടായിരുന്നു ഡാൻസിന്റെ. ഇല്ല ഡാൻസിന്റെ ചെറിയ ഭയങ്കര ചെറിയ പോർഷൻ. ഐ മീൻ ആ ക്യാരക്ടർ ഇത്തിരി ചെറുതാണ്. ആ ഡാൻസ് അതിനകത്ത് വളരെ പ്രഭുസാറിന്റെ ചൈൽഡ്ഹുഡ്. പ്രഭു സാറിന്റെ ചൈൽഡ്ഹുഡിലെ ഒരു ലവർ ആയിട്ടാണ് ചെയ്യുന്നത്. ഓ അങ്ങനെ ഒരു റിലേഷൻ. ഫസ്റ്റ് ലവർ ആദ്യത്തെ ഒരു ലവർ കൈൻഡ് ഓഫ് ഒരു തിങ് ഇതാണ്. അത് ഞാനാണെന്നൊക്കെ. അതെ അതെ. Oh my God. നമ്മൾ എക്സൈറ്റഡ് ആണ് തിയേറ്ററിൽ ശിവനെ കാണാൻ വേണ്ടിട്ട്. ഞാൻ തന്നെ to be honest. അതുപോലെ തന്നെ ഇപ്പം ഇനി ഏതൊക്കെയാണ് ഫ്യൂച്ചർ പ്രൊജക്ട് വരാനുള്ള ശിവയുടെ? ഇനിയിപ്പം അടുത്ത് വേറെ മൂവീസ് ഒന്നും വരാനിരിപ്പില്ല. കാരണം 12th ആയതുകൊണ്ട് ഞാൻ തന്നെ ഒത്തിരി അകത്തോട്ട് വരഞ്ഞു. ബട്ട് നല്ലൊരു മൂവി വരുന്നെങ്കിൽ എന്തായാലും ചെയ്യും കേട്ടോ. അതില്ല. പിന്നെന്താണ് ഉപ്പുമുളകും സീസൺ 3 കണ്ടിന്യൂസ് റണ്ണിങ് ആണ്. കാരണം അത് തന്നെ നമുക്കിപ്പം ഓൾമോസ്റ്റ് ഒരു മാസം 22 days ഷൂട്ട് വരുന്നുണ്ട്. പിന്നെ സൂര്യയിൽ ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, കിച്ചൺ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട്. അതുണ്ട്. പിന്നെ എന്താണ് സ്റ്റഡീസ് ഭയങ്കര അത് ശരിക്കും നല്ലൊരു തലവേദനയായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. കാരണം ബോർഡ്സ് ഓൾമോസ്റ്റ് ഫെബ്രുവരി തുടങ്ങും. അപ്പോൾ പിന്നെ ഇനി ഒത്തിരി സീരിയസ് ആയിട്ട് പഠിച്ച് നമ്മുടെ +2 എങ്ങനെയും അല്ലേ സെറ്റ് ആക്കണം. നന്നായിട്ട് തന്നെ സെറ്റ് ആക്കണം. അതെ. അതുപോലെ തന്നെ ഇപ്പം നോക്കുവാണെങ്കിൽ ആർട്ടിസ്റ്റ് ആണ്, ആങ്കറിങ് പ്രൊഫഷൻ ഉണ്ട്, അതുപോലെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാം കമ്പയർ ചെയ്യുമ്പം സ്റ്റഡീസ് നോക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ശിവ പഠിച്ചു വരുന്നുണ്ട്. അപ്പം എല്ലാം നോക്കുവാണെങ്കിൽ ഏതായിരുന്നു അമ്മയോട് ഞാൻ ചോദിച്ചിരുന്നു. അമ്മ പറഞ്ഞു ശിവ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നൊക്കെ. അന്ന് ഞാൻ വിളിച്ച സമയത്ത് സുവോളജിയുടെ എക്സാം എന്തോ ആയിരുന്നു. അവള് അന്ന് വിളിച്ച സമയത്ത് സൈക്കോളജിയുടെ എക്സാം ആണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവള് പഠിക്കുക സൈക്കോളജിയുടെ എക്സാം ആണെന്ന്. അപ്പം ഞാൻ കുട്ടി പഠിച്ചോട്ടെ. അപ്പം എല്ലാം നോക്കുവാണെങ്കിൽ ഏതിനായിരിക്കും ശിവയ്ക്ക് കുറച്ചുകൂടി ക്ലോസ് ടു ഹാർട്ട്? ഏതായിരിക്കും ഇൻ ഫ്യൂച്ചർ ഒരു ആർട്ടിസ്റ്റ് ആവണമെന്നാണ്, ഒരു ആങ്കർ? ഏതാണ് ഏറ്റവും അൾട്ടിമേറ്റ് എയിം? അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പാഷനും പ്രൊഫഷൻ ആക്കാൻ താല്പര്യമുള്ള തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. എനിക്കെപ്പോഴും എൻ്റെ പാഷൻ ഇസ് ലൈക്ക് ഡൂയിങ് ഡാൻസ്, മൂവീസ്. അതൊക്കെ എനിക്കെപ്പോഴും ഭയങ്കര പാഷനുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യാറുണ്ട് എനിക്കൊരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചെങ്കിലും ഒരു ഇമ്പാക്റ്റ് വരുത്താൻ പറ്റുമെങ്കിൽ ദെൻ ഐ ആം പ്രൗഡ് ഓഫ് ലൈക്ക് ഡൂയിങ് വാട്ട് ഐ ആം. അത്രയേ ഉള്ളൂ. അതിപ്പോൾ എന്തിൽ നിന്നും ഇല്ല. ഇപ്പം മൂവീസ് പലർക്കും പല സിനിമകളും കണ്ടിട്ട് ഒരു ഇമ്പാക്റ്റ് അവരുടെ ലൈഫിൽ വരാറുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് ഡാൻസ് കണ്ടിട്ടാവാം, ബുക്സ് വായിച്ചിട്ടാവാം, പലതും ഉണ്ട്. അപ്പം ഇഫ് ഐ ക്യാൻ മേക്ക് എൻ ഇമ്പാക്ട് ഇൻ എനി വൺസ് ലൈഫ്, അതൊരു ചെറിയ ഇമ്പാക്റ്റ് ആണെങ്കിൽ പോലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി. അപ്പം അതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്തായിരിക്കോ ദാറ്റ് വിൽ ബി മൈ പാഷൻ ആൻഡ് ദാറ്റ് വിൽ ബി മൈ പ്രൊഫഷൻ. ഞാൻ അങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്. ആൻഡ് ഐ ഡു ലവ് സൈക്കോളജി. എനിക്ക് തോന്നുന്നു ഇപ്പം ഉപ്പുമുളകിൽ കാണുന്ന കുട്ടിക്കുറുമ്പ് ശിവ ഇപ്പം സംസാരിക്കുമ്പോഴാണെങ്കിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, ഒരുപാട് പാഷനേറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് വർക്ക്സ് നമ്മൾ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ശിവയിൽ നിന്നും. എനിവേ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.